ഹലോ ഗൈസ്, നമ്മുടെ ഇപ്പോൾ ടാലി കോഴ്സിൻ്റെ അടുത്തൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഇതുവരെ കണ്ടത് നമുക്ക് എങ്ങനെ നമ്മുടെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് മാനുഫാക്ചറിങ് സെക്ടർ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ റോ മെറ്റീരിയൽ എങ്ങനെ നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് മാറ്റും, അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങൾ, അതുപോലെ അതിൻ്റെ എൻട്രീസൊക്കെ എങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യും മുതലായ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ബാങ്കിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ, റീകൺസീലിയേഷൻ മുതലായ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ കുറച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിപ്പോർട്ട്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ബാലൻസ് ഷീറ്റ്, P&L, സ്റ്റോക്ക് സമ്മറി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് റേഷ്യോ അനാലിസിസും കണ്ടു. ഇതൊക്കെ എന്താ പറയുക, ഇപ്പോൾ കറൻ്റ്ലി ഫിനാൻഷ്യൽസ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഓഡിറ്റുള്ള പാർട്ടീസിനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ്. എന്നാൽ ഇത്രയും മാത്രമാണ് നമ്മുടെ ടാലിയിലെ റിപ്പോർട്ട്സ്. ഒരിക്കലല്ല. ഒരു ബിസിനസ്സിന് ആവശ്യമായ ഏകദേശം 95% ഓഫ് റിപ്പോർട്ട്സും നമുക്ക് ടാലിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ അത് എവിടെയാണെന്നല്ലേ, അത് ഇവിടെയാണ്. അതായത് അത് ഈ സെക്ഷനിലാണ്. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കാം. ഈ ടാലിയുടെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ വിചാരിക്കും ഫേസിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, പക്ഷെ അതല്ല, അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറേ കൂടുതൽ കാര്യങ്ങളുണ്ടാവും. എന്നാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതിലും കൂടുതൽ കാര്യങ്ങളുണ്ടാവും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ടാലിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുത്താൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലി തന്നെ കുറേ റിപ്പോർട്ട്സ് ഉണ്ട്. ഇനി അതിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുത്താൽ അതിലും കുറേ റിപ്പോർട്ട്സ് ഉണ്ട്. ഇനി ഇതിൽ ഈ അക്കൗണ്ട് ബുക്സ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്, അങ്ങനെയുള്ള പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ്, അങ്ങനത്തെ ഓരോരോ സെക്ഷനിലേക്ക് പോകുമ്പോൾ കൂടുതൽ റിപ്പോർട്ട്സുകൾ കാണാം. പിന്നെ അതിലും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഓരോ റിപ്പോർട്ട്സും നമ്മുടെ കസ്റ്റമൈസേഷൻ അനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ്ഫുള്ളായ രീതിയിലേക്ക് ഇത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നൊന്നുമില്ല. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എല്ലാവരും അടങ്ങിയിരിക്കുന്ന ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഒരു A to Z, P&L ആണെങ്കിലും ബാലൻസ് ഷീറ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടല്ലോ, ഒരു ബേസ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്. അത് മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ട്രയൽ ബാലൻസ് ആണ്. സോ ആ ട്രയൽ ബാലൻസിൽ വെച്ച് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. സോ ഇതാണ് നമ്മുടെ പുണ്യാള അർബത്തീസിൻ്റെ ട്രയൽ ബാലൻസ് ആസ് ഓഫ് നൗ 1st April to 1st June 2023. നമ്മൾ 2 മാസത്തെ ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും ആണ് ഉള്ളത്. ബട്ട് ഇത് മാത്രമല്ല, ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ക്ലോസിംഗ് ബാലൻസ് മാത്രമേ ഉള്ളൂ. സോ ഇതിനെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് എടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. സോ ആദ്യം തന്നെ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ബോൾഡ് ലെറ്റേഴ്സിലുള്ളതെല്ലാം റിപ്പോർട്ട്സിൽ മിക്കതും ഗ്രൂപ്പുകളായിരിക്കും. സോ ഈ ഗ്രൂപ്പുകളെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഈ ഗ്രൂപ്പുകളുടെ താഴെയായിട്ട് നമുക്ക് നമ്മുടെ ലെഡ്ജേഴ്സും മറ്റു കാര്യങ്ങളും കൊണ്ടുവരണം. സോ അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ Alt F1 അടിക്കാം. ഓക്കെ, Alt F1 അടിക്കുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട മേജർ ആയിട്ടുള്ള ഗ്രൂപ്പുകളെല്ലാം എക്സ്പാൻഡായി അതിലെ ലെഡ്ജേഴ്സ് കാണും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലും സബ് ലെഡ്ജേഴ്സ്, ഇപ്പോൾ സബ് ലെഡ്ജേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലും ലെഡ്ജേഴ്സ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ Alt F1 അടിക്കുമ്പോൾ എക്സ്പാൻഡ് ആയി വരില്ല. സോ അത് കിട്ടാനായിട്ട് ചെയ്യേണ്ടത് ഓരോ ഇങ്ങനത്തെ, അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് വേറെ താഴത്തേക്ക് എക്സ്പാൻഷൻ ഒന്നും ഇല്ലാത്തതാണെങ്കിൽ അതൊരു ഇറ്റാലിക് ലെറ്റർ പോലത്തെ ലെറ്റേഴ്സിലായിരിക്കും കാണുന്നത്. എന്നാൽ ഇതിനൊക്കെ നമുക്ക് സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ആ സബ് ഡിവിഷൻ കാണണമെങ്കിൽ ഷിഫ്റ്റ് എൻ്റർ എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഓർത്ത് വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് എൻ്റർ എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കുക. ഓക്കെ, നമ്മൾ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓപ്പണിങ്ങും ട്രാൻസാക്ഷൻസും പിന്നെ ക്ലോസിംഗ് ബാലൻസും ആണ് വേണ്ടത്. സോ അങ്ങനെ നമുക്ക് കിട്ടാനായിട്ട് F12, ഓക്കെ, F12 ഈ കോൺഫിഗറേഷൻസ് എടുത്തിട്ട്
ഓപ്പണിംഗ് ബാലൻസ് എസ് ആക്കി കൊടുക്കുക, ട്രാൻസാക്ഷൻസ് എസ് ആക്കി കൊടുക്കുക. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് നെറ്റ് ട്രാൻസാക്ഷൻസ് ആണ്. അതായത് ഈ ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഒരു പാർട്ടിക്ക് ഡെബിറ്റും ഉണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ക്രെഡിറ്ററിനെ എടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരന് എന്താ പറയുക, പർച്ചേസ് എല്ലാം പുള്ളിയുടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിട്ടും അതിനുള്ള പേയ്മെൻറ്റ്സ് എല്ലാം ഡെബിറ്റ് ട്രാൻസാക്ഷൻ ആയിട്ടാണ് വരാറ്. സോ ഈ ഡെബിറ്റും ക്രെഡിറ്റും കൂടി ക്ലബ് ചെയ്തുകൊണ്ട് ട്രയൽ ബാലൻസ് കാണിക്കാനാണ് ഈ നെറ്റ് ട്രാൻസാക്ഷൻ ഉള്ളി. നമ്മൾ തൽക്കാലം അത് എസ് ആയി കൊടുക്കുന്നില്ല, അത് നോ ആക്കി കൊടുക്കുന്നു. പിന്നെ ഷോയിങ് ക്ലോസ് ബാലൻസ് അത് ഓട്ടോമാറ്റിക്കലി എസ് ആയിരിക്കും. നിങ്ങൾക്ക് ക്ലോസിംഗ് ബാലൻസ് അറിയണ്ട എന്നുണ്ടെങ്കിൽ അത് നോ ആക്കി കൊടുക്കാം. പിന്നെ പേഴ്സൻറ്റേജ്, അതായത് ഓരോന്നിൻ്റെയും പേഴ്സൻറ്റേജ് എത്രയാണെന്നുള്ള ടോട്ടൽ തമ്മിലുള്ള പേഴ്സൻറ്റേജ്, അതായത് ഇപ്പോൾ ട്രയൽ ബാലൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടലും ഇതും തമ്മിലുള്ള, അതായത് ഒരു ലെഡ്ജർ ട്രയൽ ബാലൻസിൻ്റെ എത്ര പെർസെൻറ്റേജ്, ടോട്ടൽ ഓഫ് ദ ട്രയൽ ബാലൻസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നറിയുകയാണെങ്കിൽ ഷോ പെർസെൻറ്റേജ് കൊടുക്കാം. ഇനി ടൈപ്പ് ഓഫ് ഗ്രൂപ്പിംഗ് കൊടുക്കുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഗ്രൂപ്പ് വൈസ് എന്ന് പറയുന്ന ഗ്രൂപ്പിംഗ് ആണ്. അതായത് ഗ്രൂപ്പ്, അതിൻ്റെ ഇടയിൽ ലെഡ്ജർ, അങ്ങനെയാണ്. ഇനി നമുക്കതൊന്നും വേണ്ട, ലെഡ്ജർ മാത്രം മതി. അതായത് ഗ്രൂപ്പ്സ് ഒന്നും കാണണ്ട, ലെഡ്ജേഴ്സ് മാത്രം കാണാൻ മതിയെങ്കിൽ നമുക്ക് ഈ ലെഡ്ജർ വൈസ് ഗ്രൂപ്പിംഗ് എടുക്കാം. ലെഡ്ജർ വൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി അടുത്തത് ഡീറ്റെയിൽഡ് കണ്ടൻസ്ഡ്. കണ്ടൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം കണ്ടല്ലോ, ഗ്രൂപ്പ്സ് എല്ലാം ഷോർട്ടാക്കിയിട്ടാണ് കാണിച്ചത്. നമ്മൾ ഈ ഡീറ്റെയിൽ എടുക്കാനുള്ള ഷോർട്ട് കട്ട് കീ ആയിരുന്നു FN നോട്ട് F1. പക്ഷെ അങ്ങനെ ഡീറ്റെയിൽ എടുത്താലും ഞാൻ പറഞ്ഞല്ലോ, സബ് ലെഡ്ജേഴ്സിൻ്റെ താഴെയുള്ള ലെഡ്ജേഴ്സ് വിസിബിൾ ആയിരിക്കില്ല. അത് നമുക്ക് വേറെ വഴിയൊന്നുമില്ല, നമ്മൾ ഷിഫ്റ്റ് എൻ്റർ അടിച്ച് തന്നെ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, തൽക്കാലം ഡീറ്റെയിൽ തന്നെ നടക്കട്ടെ. പിന്നെ എക്സ്പാൻഡ് ഓൾ ലെവൽസ് ഇൻ ഡീറ്റെയിൽ ഫോർമാറ്റ് ഉണ്ട്, അതാണ് നമ്മൾ ഷിഫ്റ്റ് എൻ്റർ അടിച്ച് കാണിച്ചത്. അത് വേണമെങ്കിൽ എസ് ഐ കൊടുത്ത് നമുക്കെല്ലാം അങ്ങനെ കിട്ടും എന്ന് നോക്കാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. ഡിസ്പ്ലേ നെയിം ഓഫ് ഫോർ ലെഡ്ജേഴ്സ് ആൻഡ് ഗ്രൂപ്പ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നെയിം ഇതിന് മുമ്പത്തെ ഒരു റിപ്പോർട്ട് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് നെയിം ഓൺലി, അതായത് ലെഡ്ജറിൻ്റെ പേര് മാത്രമേ ഇത് കാണിക്കുകയുള്ളൂ. ഇനി നമുക്ക് നെയിമും അലയൻസും, അതായത് ബ്രാക്കറ്റിൽ ഇത് ആണെങ്കിൽ ആദ്യം ലെഡ്ജർ നെയിം കാണിക്കും, പിന്നെ അതിൻ്റെ ബ്രാക്കറ്റിൽ അലയൻസ്. അതായത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ചില Paytm എന്ന് പറയുന്ന എൻ്റെ ആക്ച്വൽ പേര് 197 കമ്പനി എന്നങ്ങാണ്ടാണ്, കമ്മ്യൂണിക്കേഷൻസ് എന്നാണ്. സോ അങ്ങനെ അലയൻസ് പോലെ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ നമുക്ക് അത് ഇവിടെ സെലക്ട് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബേസ് കറൻസി, അതിപ്പോൾ എക്സ്പോർട്ട് കാര്യങ്ങൾക്കൊക്കെയാണ്. പിന്നെ സോർട്ടിങ് മെത്തേഡ്, അത് ആൽഫബറ്റിക്കലി വേണോ അതോ എമൗണ്ട് അനുസരിച്ച് വേണോ, എങ്ങനെ വേണം നമ്മുടെ ട്രയൽ ബാലൻസ് ഇരിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ബട്ട് ഡിഫോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ക്യാപിറ്റൽ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആദ്യം ലയബിലിറ്റീസ്, പിന്നെ അസെറ്റ്സ്, പിന്നെ സെയിൽസ്, പിന്നെ പർച്ചേസ്, പിന്നെ എക്സ്പെൻസ്, ആ ഒരു ഇതായിരിക്കും ഡിഫോൾട്ട് ഫോർമാറ്റ്. ഓക്കെ. സോറി. സോ നമ്മളപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് F ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം ലെഡ്ജേഴ്സ്, അതിൻ്റെ കീഴിലുള്ള സബ് ലെഡ്ജേഴ്സും. അതായത് നമ്മൾ ലെഫ്റ്റിൽ അടിച്ചിട്ട് ഇവിടെ എക്സ്പാൻഡ് ഓൾ ലെവൽസ് ഇൻ ഡീറ്റെയിൽ ഫോം അല്ല, അത് എസ് ആയി കൊടുക്കുമ്പോൾ ഈ ഷിഫ്റ്റ് എൻ്റർ, നേരത്തെ പറഞ്ഞ് ക്ഷമിക്കണം. അപ്പോൾ ഈ ഷിഫ്റ്റ് എൻ്റർ എന്ന് പറയുന്ന ആ സെയിം ഇതിൽ നമുക്ക് എല്ലാവരും എക്സ്പാൻഡ് ആക്കി കിട്ടും. സോ ഇതൊരു എന്താ പറയുക, സോ നമ്മൾ നേരത്തെ കണ്ട പോലെ നമ്മളിതെല്ലാം ചെയ്തിട്ട് എൻ്റർ അടിച്ചു. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഷിഫ്റ്റ് എൻ്റർ, അതായത് ഈ ഒരു എക്സ്പാൻഡ് ഓൾ ലെവൽ ഡീറ്റെയിൽ ഫോർമാറ്റ് അത് ചെയ്താലും ചില സബ് ലെഡ്ജേഴ്സ് ഒന്നും ഓപ്പൺ ആയി വരില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ ഡെപ്റ്റേഴ്സിൻ്റെ താഴെ ഉണ്ടാവും ഇങ്ങനത്തെ ഇത്. സോ അതൊന്ന് മിസ്സാവാണ്ടിരിക്കാൻ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളത് എസ് ആയി കൊടുക്കേണ്ടത് നിങ്ങൾ എന്താ പറയുക, വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക ഏതെങ്കിലും, അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ആ ഒരു ഇറ്റാലിക് ഫോർമാറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ താഴെ ഏതെങ്കിലും ലെഡ്ജർ ഉണ്ടോ, ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ. സോ ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് എൻ്റർ അടിച്ച് ഒന്ന് ചെക്ക് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഓക്കെ. സോ ഇത് ഇനി നമുക്ക് വ്യൂ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ലെഡ്ജർ വൈസ് ഞാൻ നേരത്തെ പറഞ്ഞ ലെഡ്ജർ മാത്രമായിട്ട് കിട്ടും, അല്ലെങ്കിൽ മന്ത്ലി സമ്മറി ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, അങ്ങനെയുള്ള റിപ്പോർട്ടായിട്ട് നമുക്കിതെടുക്കാൻ പറ്റും.
പിന്നെ എക്സംഷൻ, അതായത് നെഗറ്റീവ് ലെഡ്ജസ് മാത്രമുള്ള ഒരു ട്രയൽ ബാലൻസ് വേണമെങ്കിൽ നമുക്കതും ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇത് കണ്ടോ, ഡ്രോയിങ്സിന് നെഗറ്റീവ് ബാലൻസ് ആണ്. കാരണം അത് വരുന്നത് ഏതിൻ്റെ അടിയിലാണ്? ക്യാപിറ്റലിൻ്റെ അടിയിലാണ്. അതുകൊണ്ടാണ് അത് നെഗറ്റീവായിട്ട് കാണിക്കുന്നത്. അതായത് ക്യാപിറ്റലിന് യൂഷ്വലി ക്രെഡിറ്റ് ബാലൻസ് ആണ് വരലുണ്ടല്ലോ, പക്ഷേ ഡ്രോയിങ്സ് ഡെബിറ്റ് ബാലൻസ് ആണ് വന്നത്. പിന്നെ ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST അതൊക്കെ എന്താ പറയുക, ലൈബിലിറ്റീസിൻ്റെ അടിയിലാണ് നമ്മൾ ക്ലാസിഫൈ. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ലൈബിലിറ്റീസിൻ്റെ അടിയിലാണ്. ബട്ട് അതിന് ഡെബിറ്റ് ബാലൻസ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ നെഗറ്റീവ് ക്യാഷ് ബാലൻസിൽ ഇത് വന്നേക്കുന്നത്. ഇതൊക്കെ ഒന്ന് എസ്കേപ്പ് അടിച്ച് നമുക്ക് പഴയ ട്രയൽ ബാലൻസിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഇവിടെ ഫിൽറ്റർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കത് വെച്ചിട്ട് ഏതെങ്കിലും ലെഡ്ജർ സ്പെസിഫിക്കലി വേണമെങ്കിൽ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതൊക്കെ വളരെ ഫിൽറ്റർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയല്ലേ ഉള്ളൂ ഇതൊക്കെ, പക്ഷെ ഇങ്ങനെയല്ലോ. നമ്മുടെ കമ്പനി ഇതിപ്പോൾ 2 മാസത്തെ മാത്രം ട്രാൻസാക്ഷനാണ്. അതും വളരെ ചുരുക്കം ഉള്ള കുറച്ച് ജസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയ കുറച്ച് ട്രാൻസാക്ഷൻസ് മാത്രമാണ്. പക്ഷെ ഒരു ബിസിനസ്സിൽ ഒരു ഡേ എന്തോരം, ചിലപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ പോട്ടെ ഒരു മീഡിയം ഫേം ആണെങ്കിൽ 50 ട്രാൻസാക്ഷൻസ് എങ്കിലൊക്കെ ഉണ്ടാവും വെരി ലീസ്റ്റ്. അതെല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് അങ്ങനെ ഒരു ഫുൾ ഇയറിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ലെഡ്ജസ് ഉണ്ടാവും. അതാണ് നിങ്ങൾ മാക്സിമം, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫേമിൽ കയറുകയാണെങ്കിൽ ആദ്യം ഇതിൻ്റെ ലെഡ്ജേഴ്സ് ക്ലാസിഫിക്കേഷൻ മുതലായ കാര്യങ്ങളൊക്കെ പക്കയാക്കുക. എന്നിട്ട് ഇതിൽ വർക്ക് ചെയ്യുക. എപ്പോഴും ടാലിയിലൊരു കൺട്രോൾ ഉണ്ടാവുക. എപ്പോഴും നിങ്ങളിപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ആ ആഴ്ച കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഹാഫ് അവർ, നിങ്ങൾക്കിപ്പോൾ ഒരു മൺഡേ ടു സാറ്റർഡേ ആണ് വർക്കിംഗ് അവേഴ്സ് എങ്കിൽ സാറ്റർഡേ നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു ഹാഫ് അവർ നിങ്ങളുടെ ട്രയൽ ബാലൻസ് എടുത്തൊന്ന് ചെക്ക് ചെയ്യുക. അതായത് നിങ്ങൾ പോസ്റ്റ് ചെയ്തേക്കുന്ന എൻട്രീസും ലെഡ്ജേഴ്സും എല്ലാം കറക്റ്റ് അല്ലേ, അതായത് ലെഡ്ജറിൻ്റെ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ വളരെ ഉപകാരമാണ്. ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന വഴി അതായത് അറ്റ് ദി ഇയർ എൻഡ് നിങ്ങൾക്ക് ഓഡിറ്റിനോ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബാങ്കിൽ കൊടുക്കാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ ട്രയൽ ബാലൻസ് ഒക്കെ ഏകദേശം നല്ല പക്ക പെർഫെക്റ്റ് രീതിയിൽ ഏതൊരു സാധാരണ മനുഷ്യന് നോക്കിയാൽ പോലും മനസ്സിലാവുന്ന രീതിയിൽ അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് ട്രയൽ ബാലൻസ് ആയിട്ട് ബന്ധപ്പെട്ടത്. ട്രയൽ ബാലൻസ് എടുക്കുക എന്നുള്ളത് മസ്റ്റായിട്ട് ടാലി പഠിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് എടുത്താലും നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ളൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ ട്രയൽ ബാലൻസിൽ ഞാനൊരു കുറവായിട്ടുണ്ട്, നമ്മളിപ്പോൾ ബാക്ക് പോയിട്ട് പിന്നെ എൻ്റർ അടിച്ചാൽ പിന്നെ നമ്മളെല്ലാവരും ഒന്നും കൂടി സെറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇതിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അടുത്തത് ഡേ ബുക്ക്. നമ്മൾ ഇവിടെ ഒരു ഡേ ബുക്ക് കണ്ടല്ലോ, ഈ സെയിം ഐറ്റം തന്നെയാണ് ഇവിടെ വരുന്ന ഡേ ബുക്ക്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓരോ ദിവസത്തെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഫോർ ഇയർ, അല്ലെങ്കിൽ ഒരു ഫുൾ മന്ത്സ്, അല്ലെങ്കിൽ ഒരു 2 or 3 months, ഒരു ക്വാർട്ടർ, ആ ബേസിലൊക്കെ നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻസ് മൊത്തം കാണാൻ പറ്റും ഈ ജേണലിൽ. പിന്നെ ഉള്ളത് വരുന്നത് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് BComനുണ്ട്, +1 +2 ഒക്കെ കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ക്യാഷായിട്ട് ബേസ് ചെയ്തിട്ടുള്ള മാത്രമേ ഇതിൽ വരുള്ളൂ. നമ്മളിപ്പോൾ ഡിപ്രിസിയേഷൻ ഇതിൽ റെക്കോർഡ് ചെയ്തു, ഇതൊന്നും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരിക്കലും വരില്ല. മെയിനായിട്ട് വരുന്നത് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ, ക്യാഷിൻ്റെ ഇൻഫ്ലോ ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ മുതലായ കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫുൾ ഇയർ. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻഫ്ലോ ആയിട്ട് വന്നേക്കുന്നത് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, ലോൺ വന്നിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റീസിൽ കുറച്ച് വന്നിട്ടുണ്ട്, കറണ്ട് അസറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതായത് ഡെപ്റ്റേഴ്സിൻ്റെ ഇത് കിട്ടിയതൊക്കെ. പിന്നെ സെയിൽസ് ഇതൊക്കെ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് വന്നേക്കുന്നതാണ്. ക്രെഡിറ്റ് സെയിൽസ് ഒന്നും ഇവിടെ വന്നിട്ടുണ്ടാവില്ല, ഓൺലി ക്യാഷ് സെയിൽസ് അല്ലെങ്കിൽ ബാങ്കും പറഞ്ഞത്, ക്യാഷ് മാത്രമല്ല ബാങ്കും. പിന്നെ കുറച്ച് ഔട്ട്ഫ്ലോ, അതായത് ക്യാപിറ്റൽ ഡ്രോയിങ്സ് ആയിട്ട് കുറച്ച് ഔട്ട്ഫ്ലോ പോയിട്ടുണ്ട്. പിന്നെ കറണ്ട് ലയബിലിറ്റീസ്, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആയിട്ട് കുറച്ച് ഔട്ട്ഫ്ലോ. പിന്നെ പർച്ചേസ് അക്കൗണ്ട്സിൽ കുറച്ച് ഔട്ട്ഫ്ലോ വന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസിൽ വന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടും കുറേ ഔട്ട്ഫ്ലോ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്കൊരു ഒരു T ഷേപ്പ്ഡ് ടേബിളാണ്. ഇത് നമുക്ക് യൂഷ്വലി ഇങ്ങനെയല്ല ക്യാഷ് ഫ്ലോ ആക്കുന്നത്, ബട്ട് അങ്ങനെ ഒരു ക്യാഷ് ഫ്ലോ ആക്കാനും നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ബാലൻസ് ഷീറ്റ് കണ്ട പോലെ ഇതും ഒരു വെർട്ടിക്കൽ ഫോർമാറ്റിലാക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്.
ചേഞ്ച് വ്യൂ കൊടുത്താൽ നിങ്ങൾക്ക് വെർട്ടിക്കൽ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. സോ അതെടുത്താൽ ഇങ്ങനെ ഇൻഫ്ലോ ഓഫ് ക്യാഷ്, ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്, ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു റിപ്പോർട്ടും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ക്യാഷ് ഫ്ലോ. നിങ്ങൾക്ക് മന്ത് വൈസ് വേണമെങ്കിൽ മന്ത് വൈസ് എടുക്കാവുന്നതാണ്. അടുത്തത് ഫണ്ട് ഫ്ലോ. ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഏകദേശം ക്യാഷ് ഫ്ലോ ആയിട്ടൊക്കെ ബന്ധമുള്ളതാണ്. ഇതിൽ കുറച്ചും കൂടി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മുതലായ അങ്ങനത്തെയൊക്കെ ബേസിൽ വരുന്നവർക്കും ഫിനാൻസ് മാനേജർ, അതായത് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും അതല്ല വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയുക മുതലായ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ളവർക്ക് വരുന്നതാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കൂടുതലും വരുന്ന ഫിക്സഡ് അസറ്റ് അങ്ങനത്തെ ലോങ് ടേം ബേസിസിലുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അല്ലാതെ ചെറിയ വർക്കിംഗ് ക്യാപിറ്റൽ ബേസിലുള്ളതൊന്നും ഇതിൽ വരില്ല. അതായത് ഇതിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വന്നേക്കുന്ന കമ്പനിയിലേക്ക് വന്നേക്കുന്ന ഇൻഫ്ലോ അത് നിങ്ങൾ ലോങ് ടേം ബേസിൽ എങ്ങനെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു മുതലായ കാര്യങ്ങളൊക്കെയാണ്. ഫിനാൻസ് മാനേജർ അല്ലെങ്കിൽ ഒരു ഹൈ ലെവലിലിരിക്കുന്ന ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുന്നവർക്കൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ് ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ഈ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിലുള്ള വേറൊരു റിപ്പോർട്ടാണ് അക്കൗണ്ട് ബുക്സ്. ഇത് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ നമ്മൾ എൻട്രീസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവില്ലേ, ലെഡ്ജർ റിപ്പോർട്ട്, സെയിൽസ് ആണെങ്കിൽ സെയിൽസ് രജിസ്റ്റർ, അങ്ങനെ കുറച്ചും കൂടി ഇൻഡെപ്റ്റ് ആയിട്ട് കുറച്ചും കൂടി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിപ്പോർട്ട്സ് തരുന്ന ഒരു സെക്ഷനാണ് അക്കൗണ്ട് ബുക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് അറിയാം ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് ഉണ്ട്. ഇതിൽ നമുക്ക് ക്യാഷിൻ്റെ ബാങ്കിൻ്റെയും സമ്മറിയും ഫുൾ ട്രാൻസാക്ഷൻസ് നമുക്ക് കിട്ടും. ജസ്റ്റ് ഇതെടുത്താൽ നമുക്ക് ഇത് നമ്മുടെ കമ്പനിയിലുള്ള ഫുൾ ഡേറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഫുൾ ട്രാൻസാക്ഷൻസിൻ്റെ ലിസ്റ്റ് കിട്ടും. ഇത് നമുക്കിവിടെ കോളംനാർ എന്ന് പറയുന്നൊരു ഫോമാറ്റ്. അതായത് ഇതിലിപ്പോൾ എന്താ കാണുന്നത്, ഏതിനാണോ നമ്മൾ ഡെബിറ്റ് ചെയ്തേക്കുന്നത് ക്രെഡിറ്റ് ചെയ്തേക്കുന്നത്, അതായത് ക്യാഷ് നമ്മൾ ഏതിനാണ്. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ജോയ്സ് ക്യാപിറ്റൽ, അപ്പോൾ ജോയുടെ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ക്രെഡിറ്റോ ഡെബിറ്റ് ആ 8 ലെഡ്ജർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഇതിന് കുറേ ലെഡ്ജേഴ്സ് ഉണ്ടെന്നായിരിക്കാം. ഓക്കെ, അതെല്ലാം കാണാനാണ് നമ്മൾ കോളംനാർ എന്ന് പറയുന്നത്. ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ബയറിൻ്റെ സപ്ലയറിൻ്റെ നെയിം വേണമെങ്കിൽ നമുക്ക് SI കൊടുക്കാം. അഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് SI കൊടുക്കാം, അത് കൊടുക്കുന്നില്ല. പിന്നെ വൗച്ചർ ടൈപ്പ് വേണമെങ്കിൽ കൊടുക്കാം, അത് എസ് ആണ്. വൗച്ചർ നമ്പർ വേണമെങ്കിൽ അത്, വൗച്ചറിൻ്റെ റെഫറൻസ്, വൗച്ചർ റെഫറൻസ് ഡേറ്റ്, അതായത് ഇപ്പോൾ പർച്ചേസ് ചെയ്തൊക്കെയാണ് നമ്മൾ അതിന് റെഫറൻസ് ഡേറ്റ് കൊടുക്കില്ലേ അത്. പിന്നെ GST ഓഫ് ദ പാർട്ടി അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ഞാൻ കൊടുക്കുന്നില്ല. ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ, സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ, പാൻ നമ്പർ ഉണ്ടെങ്കിൽ അത് കാണിക്കാം, CST നമ്പർ, അതുപോലെ തന്നെ എക്സൈസ് രജിസ്ട്രേഷൻ നമ്പർ, LBT രജിസ്ട്രേഷൻ നമ്പർ, വൗച്ചർ നരേഷൻ, അതായത് വൗച്ചറിന് നമ്മൾ നരേഷൻ കൊടുത്തില്ലെങ്കിൽ അത് വേണമെങ്കിൽ കാണിക്കാം. പിന്നെ ക്വാണ്ടിറ്റി, നമ്മളിപ്പോൾ സെയിലൊക്കെയാണ് അടിച്ചേക്കുന്നത്, സെയിലിൻ്റെ ഇതൊക്കെ ആണെങ്കിൽ അതിന് ക്വാണ്ടിറ്റി വൈസ് ഡീറ്റെയിൽ കൊടുക്കാം. പിന്നെ ഐറ്റം വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം. ഇതെല്ലാം കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എൻ്റർ അടിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡീറ്റെയിൽഡ് ഒരു റിപ്പോർട്ട് കിട്ടും. കോളംനാർ എന്ന് പറയുന്ന ഡീറ്റെയിൽ. ഇതിൽ നമുക്ക് ഇപ്പോൾ ക്യാഷാണ് ഇവിടെ വന്നേക്കെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് പോയിരുന്നത്. ജോയ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. വേറെ ഏതൊക്കെ ലെഡ്ജേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്നത്, വേറെ ഒന്നും ലെഡ്ജേഴ്സ് അഫക്റ്റ് ചെയ്തല്ല. ഈ ഒരു ട്രാൻസാക്ഷൻ എടുക്കുകയാണെങ്കിൽ ഗ്രീനുവിൻ്റെ സാലറി അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അബയുടെ സാലറി, അയ്യപ്പൻ്റെ സാലറി, ഈ 3 ലെഡ്ജേഴ്സിനെ ഈ ഒരു ട്രാൻസാക്ഷൻ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫെഡറൽ, അതൊരു കോൺട്രാ എൻട്രി ആണ്. അപ്പോൾ അതുകൊണ്ട് ക്യാഷും ബാങ്ക് മാത്രമേ അഫക്റ്റ് ആയിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ ലെഡ്ജേഴ്സാണ്. ഇപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇതൊരു പർച്ചേസ് ആണ്. അപ്പോൾ പർച്ചേസ് ഏതൊക്കെയാണ്, പർച്ചേസ് അക്കൗണ്ട്, ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST, ഇങ്ങനെ. സോ ഇത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് തരും. ഇതൊക്കെ നമുക്ക് റീകൺസീൽ ചെയ്യാനായിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ്. കാരണം ഇത് മറ്റേതാകുമ്പോൾ നമ്മൾ ഓരോന്നിലും കയറി നമ്മൾ നോക്കേണ്ടി വരും ഏതൊക്കെയാണ്, എവിടെയാണ് മിസ്റ്റേക്ക്. പക്ഷേ കോളംനാർ ഫോർമാറ്റ് എടുക്കുമ്പോൾ എല്ലാവരും നമുക്ക് ഒറ്റ സിംഗിൾ ലൈനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഫുൾ ട്രാൻസാക്ഷൻസ് നമുക്ക് ഒറ്റ വ്യൂവിൽ നമുക്ക് കിട്ടും. അതാണ് കോളംനാർ. ഇതിന് മാത്രമല്ല, വേറെയും പല റിപ്പോർട്ട്സിനും സൈഡിൽ കോളംനാർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ അതെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രാൻസാക്ഷൻസ് എല്ലാം പക്കയായിട്ട് ലഭിക്കുന്നതാണ്.
കഴിഞ്ഞത് ഓപ്പണിംഗ് ബാലൻസ് ആണെങ്കിൽ എങ്ങനെ കൊടുക്കാം, ഓൾ ടൈപ്പ് ഓഫ് ഔഷർ എൻട്രീസ്, അങ്ങനത്തെ കുറച്ച് കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ മുമ്പേ പല റിപ്പോർട്ട്സിലൊക്കെ നമ്മൾ കണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. ഇനി ഇവിടെ ഒരു കോൺഫിഗറേഷൻ ഫംഗ്ഷൻ ഉണ്ട്, അതെന്താ ഡീറ്റെയിൽഡ്, പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഡിസ്പ്ലേ നെയിം ഓഫ് സ്റ്റോക്ക് ആയിട്ട് അത് വേണമെങ്കിൽ കൊടുക്കാം. അതിൽ നമുക്ക് ഏത് ഡിസ്ക്രിപ്ഷൻ അങ്ങനത്തെ പല ഓപ്ഷൻസ് ഉണ്ട്. സോ അതൊക്കെ എന്താ പറയുക, നമ്മുടെ റിപ്പോർട്ട് ഒന്നും കൂടി നമുക്ക് നമ്മുടെ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസാണ്. ഈ സെയിം കാര്യങ്ങൾ തന്നെ നമുക്ക് ബാങ്കിലും കിട്ടും. സോ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ കോളംനാർ ഇടുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അടുത്ത വരുന്ന ലെഡ്ജർ. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു ലെഡ്ജറിൽ എൻ്റർ ചെയ്തേക്കുന്ന കാര്യങ്ങളുടെ ലെഡ്ജർ, അതായത് ഒരു ലെഡ്ജറിൻ്റെ ഒരു റിപ്പോർട്ട്. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ബുക്കിൽ നമ്മളിപ്പോൾ എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് എന്താ ജേർണൽ എൻട്രി എഴുതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഡ്ജർ വരയ്ക്കൂലേ, ലെഡ്ജർ എടുക്കൂലേ, ആ സെയിം കൺസെപ്റ്റ് തന്നെ. ആ ഒരു ലെഡ്ജർ നമ്മൾ എഴുതിയ ജേർണൽ എൻട്രിയിൽ ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടെങ്കിൽ ആ ഒരു ഏതെങ്കിലും ഒരു ലെഡ്ജറിൻ്റെ ഒരു സമ്മറി, അതാണ് ഈ ഒരു ലിസ്റ്റ് ലെഡ്ജർ എന്ന് പറയുന്നതിൽ ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ്. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നതും അതുപോലെ തന്നെ ബൈ ഡിഫോൾട്ട് വന്നേക്കുന്ന കുറച്ച് ലെഡ്ജേഴ്സ് ഉണ്ടാവും. സോ ഇതിൻ്റെ ഉദാഹരണം ക്യാഷാണ് ബൈ ഡിഫോൾട്ട് വന്നേക്കുന്നത്, പിന്നെ ഒരു P&L വന്നിട്ടുണ്ടാവും. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം അയ്യപ്പൻ സാലറി എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഡേറ്റ് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ, ഒരു പേയ്മെൻറ്റാണ് വന്നേക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിലും നമുക്ക് ബാങ്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടോ, നേരത്തെ കണ്ട ക്യാഷ് ബാങ്ക് നമുക്ക് ഇവിടെയും കിട്ടും. ലെഡ്ജർ വൈസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും കിട്ടും. ഓക്കെ, അപ്പോൾ ലെഡ്ജർ എടുത്ത് കൊടുക്കുക. നമ്മുടെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഓഫീസർ അല്ലെങ്കിൽ GST നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓഡിറ്റർ വന്നിട്ട് പറയുന്നത് നമുക്ക് ഇന്നൊരു പാർട്ടിയിൽ ലെഡ്ജർ വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് എന്താ പറയുക, ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ അക്കൗണ്ട് ബുക്സിൽ ലെഡ്ജേഴ്സാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഏതാണ് ലെഡ്ജർ വേണ്ടത് അത് നമുക്ക് എടുത്തു കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് ഗ്രൂപ്പ് സമ്മറി. ഗ്രൂപ്പ് സമ്മറി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഓരോരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ക്യാപിറ്റൽ, അതുപോലെ തന്നെ ലോൺസ്, അങ്ങനെ ബൈ ഡിഫോൾട്ട് കുറേ ഗ്രൂപ്പുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ അതിൻ്റെ ഒരു സമ്മറി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, ഗ്രൂപ്പ് സമ്മറി. ഇത് യൂഷ്വലി അങ്ങനെ ആവശ്യം വരാറില്ല, ബട്ട് സ്റ്റിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെയും ഡെപ്റ്റേഴ്സിൻ്റെയൊക്കെ ഡെപ്റ്റേഴ്സിൻ്റെയൊക്കെ ലിസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ എടുത്തു കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സൺഡേ ക്രെഡിറ്റേഴ്സിന് എടുക്കാം. കണ്ടോ, നമുക്കിങ്ങനെ ഒരു ലിസ്റ്റിംഗ് കിട്ടി. ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള സൺഡേ ഡെപ്റ്റേഴ്സ്. പിന്നെ ഇതിൻ്റെ ഓളിലേക്ക് പോയാൽ നമുക്ക് ഓരോ സൺഡേ ഡെപ്റ്റേഴ്സിൻ്റെ ഉള്ള ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇനി ഗ്രൂപ്പ് വൗച്ചർ എന്ന് പറഞ്ഞാലും ഏകദേശം സെയിം തന്നെയാണ്. അതായത് ഇപ്പം നമ്മളിതിൽ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ, കട്ട് ഫോർ പർച്ചേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എന്താ കണ്ടത്, ഒരു ഗ്രൂപ്പിൻ്റെ സമ്മറിയാണ്, ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് അങ്ങനത്തെ ഒരു സമ്മറിയാണ്. ഇതിൽ നമ്മൾ നേരെ ആ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. ഫോർ എക്സാമ്പിൾ സൺഡേ ക്രെഡിറ്റ് എടുക്കുകയാണ്, ഡേറ്റ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. കണ്ടോ, അതായത് ആ സെൻട്രൽ ക്രെഡിറ്ററിൽ വന്നേക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും, ആ ഗ്രൂപ്പിൽ വന്നേക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. മറ്റേതിൽ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അതായത് നമ്മൾ ആ ഗ്രൂപ്പിൽ വരുന്ന ലെഡ്ജേഴ്സിൽ ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മാത്രം എടുക്കാം. ഇതിൽ പക്ഷേ അങ്ങനെയല്ല, ആ ഗ്രൂപ്പിൽ വന്നേക്കുന്ന ഏത് ലെഡ്ജറാണെങ്കിൽ ഫുൾ ലെഡ്ജറിൻ്റെ ട്രാൻസാക്ഷൻസ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അടുത്ത വരുന്നത് കോൺട്രാ ലെഡ്ജറാണ്. കോൺട്രാ എന്ന് പറയുന്നത് നമുക്കറിയാം, കോൺട്രാ എൻട്രീസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അതായത് ബാങ്കും ക്യാഷും വരുന്ന എൻട്രീസ്. ആ എൻട്രീസ് എത്ര എണ്ണം ഉണ്ട് അതിൻ്റെ ഒരു സമ്മറിയാണ് ഈ ഒരു ലെഡ്ജറിൽ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏപ്രിലൊരു കോൺട്രാ എൻട്രി ഉണ്ട്, മെയിലൊരു ഇതുണ്ട്. ഇതിൽ നമ്മൾ പോയിട്ട് ഓൾട്ട് F2 അടിക്കുകയാണെങ്കിൽ M24 ആണ് ഈ കോൺട്രായുടെ ഫുൾ ഡീറ്റെയിൽസ്, ഫുൾ ഏതൊക്കെ എൻട്രീസ് ഉണ്ടാവും അതിൻ്റെ മുകളിൽ. പിന്നെ ഇവിടെ നമുക്ക് കോളംനാർ ഹോമിലാക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെഡ്ജർ വൈസ് ബ്രേക്കപ്പും കിട്ടും, എൻട്രി വൈസ്. ഇനി അടുത്തുള്ളത് ഇതുപോലെ തന്നെ പേയ്മെൻറ്റ് രജിസ്റ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺട്രാക്ട് രജിസ്റ്റർ പോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് വൗച്ചറിൽ അല്ലെങ്കിൽ പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തേക്കുന്ന എല്ലാ ലെഡ്ജേഴ്സും എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും മന്ത് വൈസ് ആയിട്ട്.
പിന്നെ അതുപോലെ തന്നെ അടുത്ത് വരുന്നത് റെസീപ്റ്റ് ലെഡ്ജറാണ്. ഇത് നമ്മൾ നേരത്തെ പേയ്മെൻറ്റ് രജിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ റെസീപ്റ്റിൻ്റെ ഒരു രജിസ്റ്ററാണ്. ഇതിൽ നമുക്ക് റെസീപ്റ്റ് വന്നേക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും നമ്മളിവിടെ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് വന്നേക്കുന്നത് സെയിൽസ് രജിസ്റ്ററാണ്. സോ ഇതിൽ നമ്മൾ ഇതുവരെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഫുൾ സെയിൽസിൻ്റെയൊക്കെ ഒരു ഫിഗർ, അതിൻ്റെ ഒരു സമ്മറി, അതിൻ്റെ ട്രാൻസാക്ഷൻസ് മാത്രം വരുന്ന ഒരു റിപ്പോർട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ഡേറ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ. അടുത്തത് സെയിൽസ് രജിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പർച്ചേസ് രജിസ്റ്റർ. പർച്ചേസായിട്ട് നമ്മുടെ ബുക്സിൽ എൻ്റർ ചെയ്തേക്കുന്ന എല്ലാ പർച്ചേസിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഈ രജിസ്റ്ററിൽ നിന്ന് കിട്ടും. ജേർണൽ രജിസ്റ്റർ സെയിം തന്നെയാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതായത് ജേർണലിൻ്റെ ഒരു സമ്മറി, ജേർണൽ വൈസ് എൻ്റർ ചെയ്തേക്കുന്ന എല്ലാ വൗച്ചേഴ്സിൻ്റെ ട്രാൻസാക്ഷൻസിൻ്റെ സമ്മറി. ഡെബിറ്റ് നോട്ട് രജിസ്റ്ററും ക്രെഡിറ്റ് നോട്ട് രജിസ്റ്ററും സെയിം ആണ്. ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ, ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേണിൻ്റെ സമ്മറീസ് എല്ലാം കിട്ടും. അടുത്ത വരുന്നത് വൗച്ചർ ക്ലാരിഫിക്കേഷൻ. അതായത് ചില വൗച്ചേഴ്സിനെല്ലാം റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ വെരിഫിക്കേഷൻ ഓഫ് വൗച്ചേഴ്സ് കുറച്ചൊക്കെ പെൻഡിങ് ഉണ്ടാവും. സോ അത് മച്ച് ഓഫ് ദം വലിയ എന്താ പറയുക, വേറൊന്നല്ല ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നവർക്കാണ് ഇത് കുറച്ചും കൂടി എന്താ പറയുക ഉപകാരപ്പെടുന്നത്. അതായത് നമ്മളിപ്പോൾ ഫിസിക്കലി എൻ്റർ ചെയ്തേക്കുന്ന വൗച്ചേഴ്സ് എല്ലാം അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപകാരപ്പെടുന്ന ഒരു സെക്ഷനാണ് വൗച്ചർ ക്ലാരിഫിക്കേഷൻ. ഇത് അത്ര വലിയ കാര്യമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളതല്ല, അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്. ഇതിൻ്റെ ഉള്ളിലും കുറച്ച് റിപ്പോർട്ട്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എന്താ പറയുക, കുറച്ചുകൂടി അനാലിറ്റിക്കൽ പർപ്പസ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മുതലായ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് എന്താ പറയുക, ഒരു അനാലിസിസ് ആണ്. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ എൻ്റർ ചെയ്തേക്കുന്നത്, അതായത് ഇപ്പം അക്കൗണ്ട്സ് ബുക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്തേക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ഒരു സമ്മറിയാണ്. പക്ഷേ ഇതല്ല, ആ ട്രാൻസാക്ഷൻസ് ഒക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതാണ് ഈ റിപ്പോർട്ട്സ്. സോ ആദ്യം ഔട്ട്സ്റ്റാൻഡിങ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ റിസീവബിൾ, പേയബിൾ, ലെഡ്ജർ, ഗ്രൂപ്പ്, ഇത്രയും കാര്യങ്ങളുണ്ട്. ഈ റിസീവബിൾ പേയബിൾ എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, നമുക്ക് റിസീവബിൾസ് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സിൻ്റെ ഒരു റിപ്പോർട്ടാണ്. അതായത് നമുക്ക് എന്തോരം ഡ്യൂ നിൽക്കുന്നുണ്ട്, നമുക്ക് ഏതൊക്കെ ഡെപ്റ്റേഴ്സിൻ്റെ എത്ര ദിവസമായിട്ട് ബില്ലടിച്ചിട്ട് നമുക്ക് പൈസ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. ഇത് കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ ബിൽ വൈസ് ചെയ്തിട്ട് ആ എഗെയിൻസ്റ്റ് റെഫറൻസ്, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക സെറ്റ് ഓഫ് ചെയ്യുമല്ലോ. അതായത് ഇപ്പോൾ ഒരു പർച്ചേസോ അല്ലെങ്കിൽ സെയിലോ അടിച്ച് കഴിയുമ്പോൾ നമ്മളതിന് ആ ബില്ലിന് കിട്ടിയ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ക്യാഷ് പേയ്മെൻറ്റും ക്യാഷ് റെസീപ്റ്റും അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് ഓർ റെസീപ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ഓഫ് ചെയ്ത് പോകുമല്ലോ. ഇങ്ങനെ കറക്റ്റായിട്ട് സെറ്റ് ഓഫ് ചെയ്താൽ മാത്രമേ ഈ റിപ്പോർട്ട്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നമ്മുടെ കയ്യിൽ എന്തോരം റിസീവബിളും അതുപോലെ തന്നെ എന്തോരം പേയബിൾസും ഉണ്ടാവും എന്ന റിപ്പോർട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ. സോ ഇത് നോക്കിയാൽ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇതാണ്. നമുക്ക് ഇപ്പോൾ ഒരു ബിസിനസ്, ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു ക്രെഡിറ്റ് പോളിസി ഉണ്ടാവും. അതായത് ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കാനും, അതുപോലെ തന്നെ ഒരു 2 to 3 monthsനുള്ളിൽ ഡെപ്റ്റേഴ്സിൽ നിന്ന് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനും ഉള്ള ഒരു എന്താ പറയുക ഒരു പോളിസിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടാവും. സോ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മുടെ എന്തോരം ഡ്യൂ ആയി മുതലായ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടുകളാണ് ഈ ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും. ഇനി ലെഡ്ജേഴ്സിലേക്ക് പോയാലും നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മളിത് പർച്ചേസ് അല്ലാതെ റെക്കോർഡ് ചെയ്തേക്കുന്ന കുറച്ച്, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് പർച്ചേസ് ആയിട്ട് അല്ല, ഈ ലെഡ്ജറിന് ഉദ്ദേശിക്കും വേറൊന്നുമല്ല. നമ്മുടെ ക്രെഡിറ്റർ ആയാലും ഡെപ്റ്റർ ആയാലും അതിൽ ലെഡ്ജർ വൈസ് ഇപ്പം നമുക്ക് വേണ്ടത്, ഇപ്പം ഇതിൽ നമുക്കൊരു 50 ലെഡ്ജേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചോ. നമ്മൾ പെട്ടെന്ന് അറിയാണ് നമ്മുടെ ഒരു ഡെപ്റ്റർ, പുള്ളിക്ക് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു, ജപ്തിയാണെന്നുള്ള നോട്ടീസ് വന്നു. സോ പുള്ളിയുടെ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് ഇനി എത്ര മാസത്തെ ബില്ലുകൾ പെൻഡിങ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ, അതായത് ഈ ഔട്ട്സ്റ്റാൻഡിങ്
ഡിസ്പ്ലേ മോഡൽ റിപ്പോർട്ടിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സിൽ ഈ ലെഡ്ജർ എന്ന് പറയുന്ന ഓപ്ഷൻ, ഔട്ട്സ്റ്റാൻഡിങ്സിൽ ഈ ലെഡ്ജർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് നമുക്കിവിടെ ജസ്റ്റ് സെർച്ച് ചെയ്ത് ആ പാർട്ടിയുടെ ലെഡ്ജർ നെയിം ജസ്റ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് ആ പാർട്ടി കിട്ടും. ആ പാർട്ടിയുടെ ഇപ്പോൾ ഇതല്ല AMB ആണ് കമ്പനിയെങ്കിൽ അതെടുത്താൽ നമുക്ക് എന്താ പറയുക ഡ്യൂ ഡേറ്റ് ഇപ്പം 42 ദിവസം ഉണ്ട്. അതായത് 20-ാം തീയതി അടിച്ച ബില്ലാണ് ജൂൺ 1-ാം തീയതി വരെയായി. അപ്പോൾ ഏകദേശം 42 ദിവസത്തെ ഡ്യൂ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഗ്രൂപ്പ് എടുത്താലും നമുക്ക് ഇങ്ങനെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്. സോ അതിൻ്റെ ബേസിലും ഇപ്പോൾ ഡെപ്റ്റേഴ്സിലുള്ളതിൽ ലുലു, സൺറൈസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണെന്നും ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനിയുള്ളത് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ വൗച്ചേഴ്സിൻ്റെയൊക്കെ ഒരു സമ്മറിയാണ്. ഇത് വൗച്ചേഴ്സിൻ്റെ സമ്മറി, ഇത് എന്താ പറയുക ഗ്രൂപ്പ് കാര്യങ്ങളുടെയൊക്കെ ഒരു സമ്മറിയാണ്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇതൊക്കെ എൻ്റർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് നമ്മുടെ വൗച്ചേഴ്സിൻ്റെയൊക്കെ എത്ര വൗച്ചർ വൈസ് ഉള്ള ഒരു സമ്മറി കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. അത് ഇൻവെൻട്രി ബുക്സ് ആണ്. ഇൻവെൻട്രി എന്ന് പറയുന്നത് ഇൻവെൻട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റോക്കായിട്ട് റിലേറ്റ് ആയിട്ട് തരുന്ന നമ്മുടെ സ്റ്റോക്കായിട്ട് റിലേറ്റ് ആയിട്ട് ഇരിക്കുന്ന കുറേ റിപ്പോർട്ട്സ് ആണ്. സോ ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഐറ്റം വൈസ്, ആദ്യത്തെ സ്റ്റോക്ക് ഐറ്റംസ് ആണ്. അപ്പോൾ അത് ഐറ്റം വൈസ് റിപ്പോർട്ട് നമുക്ക് തരും. ഇപ്പോൾ ഇതിൽ ഞാൻ എലിഫൻറ്റ് കേക്ക് എടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിൽ എന്തോരാണ് ഇൻവേർഡ്, അതുപോലെ തന്നെ എന്തോരം ഔട്ട്വേർഡ് ഉണ്ട്, പിന്നെ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് മുതലായ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. ഒന്നും കൂടി എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ മന്ത് വൈസ് ഉള്ള കാര്യങ്ങൾ കിട്ടും. ഒന്നുകൂടി എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ആ ട്രാൻസാക്ഷനിലേക്ക് പോകുന്നതാണ്. കണ്ടോ, ഇതിപ്പോൾ ഓരോ മന്ത് വൈസ് ആണ്. അത് എടുത്ത് കഴിയുമ്പോൾ ഓരോ മന്ത് വൈസ് ട്രാൻസാക്ഷൻ വൈസ് ഉള്ള ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ സ്റ്റോക്കിൻ്റെ ഒരു എന്താ പറയുക, ഇന്ന സ്റ്റോക്കിൻ്റെ ഒരു റിപ്പോർട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഗോഡൗൺ, ഇത് ഗോഡൗൺ വൈസ് റിപ്പോർട്ട്. നമുക്കിപ്പോൾ 3 ഗോഡൗൺസ് ഉണ്ട്. എറണാകുളം മെയിൻ ലൊക്കേഷൻ, പിന്നെ തൃശ്ശൂർ. മെയിൻ ലൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഇപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള നമ്മുടെ ഐറ്റംസ് എന്തോരം ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് എന്തോരം ഉണ്ട് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇത് ഗ്രൂപ്പ് വൈസ് ആണ്. ഷിഫ്റ്റ് എൻ്റർ അടിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ താഴെയുള്ള ഐറ്റവും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് സ്റ്റോക്ക് ഗ്രൂപ്പ് സമ്മറിയാണ്. അതായത് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടപ്പോൾ ഗോഡൗൺ, അതിൻ്റെ മെയിൻ ലൊക്കേഷൻ, ഇതിലൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പ് വൈസ് ഉള്ള സമ്മറിയാണ് ഇവിടെ കാണുന്നത്. ഓരോ ആനകളുടെ അനുസരിച്ചാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇതിലും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ എന്താ പറയുക റോ മെറ്റീരിയൽ, അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് സ്റ്റോക്ക് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെയൊക്കെ എന്താ പറയുക സമ്മറി നമുക്ക് ഇവിടെ കിട്ടും. സ്റ്റോക്ക് കാറ്റഗറി എന്ന് പറഞ്ഞാലും എന്താ പറയുക, ഇപ്പം നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ പുണ്യാള പ്രത്യേകിച്ചിന് എന്താ ചന്ദനത്തിന് മാത്രം ഉണ്ടാക്കണുള്ളത്. ഇനി വിചാരിക്കുക ഇതിൻ്റെ പുണ്യാളത്തിൽ സെക്കൻഡ് പാർട്ട് വന്നല്ലോ. അപ്പോൾ അതിലെന്താ പറയുന്നത്, അതിൽ ആനയുടെ ഇതുകൊണ്ട് വെള്ളം കൂടി ഉണ്ടാക്കും, കുടിവെള്ളം കൂടി ഉണ്ടാക്കുന്നുണ്ട്. സോ നിങ്ങൾക്കപ്പോൾ 2 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് ചന്ദനത്തിരി ഉണ്ടാക്കുന്ന, ഒന്ന് കുടിവെള്ളം ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. സോ അപ്പോൾ കുടിവെള്ളം ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്റ്റോക്ക് കാറ്റഗറി നമുക്ക് വേണം. അതുപോലെ തന്നെ ചന്ദനത്തിരി ഉണ്ടാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. സോ അങ്ങനെ സ്റ്റോക്ക് കാറ്റഗറൈസ് ചെയ്യാനാണ് നമ്മൾ സ്റ്റോക്ക് കാറ്റഗറി സമ്മറി ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്റ്റോക്ക് കാറ്റഗറി സമ്മറി ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അത് വേണമെങ്കിൽ മറ്റേ ക്രിയേറ്റിൽ സ്റ്റോക്ക് ഇൻവെൻട്രിയുടെ അടിയിൽ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇനി സ്റ്റോക്ക് ജേർണലിൻ്റെ ഒരു സമ്മറിയാണ്. അതായത് നമ്മൾ കുറച്ച് എന്താ പറയുക സ്റ്റോക്ക് ജേർണൽസ് അടിച്ചല്ലോ. അതായത് ഇന്ന ഗോഡൗണിൽ നിന്ന് മറ്റേ ഗോഡൗണിലേക്ക് മാറ്റിയത്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് കാര്യങ്ങൾ, ഇതാണ് നമ്മൾ മറ്റേ ഗോഡൗൺ ടു ഗോഡൗൺ ചേഞ്ച് നടത്തിയത്. അതുപോലെ തന്നെ ജൂൺ മാസമായിരുന്നു നമ്മൾ മാനുഫാക്ചറിങ്ങിൻ്റെ ഇത് കീപ്പ് ചെയ്തത്. സോ ഈ ഒരു സ്റ്റോക്ക് ജേർണൽ അടിച്ചേക്കുന്ന ഇതിൻ്റെ ഒരു രജിസ്റ്റർ അല്ലെങ്കിൽ ഒരു സമ്മറിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫിസിക്കൽ സ്റ്റോക്ക് രജിസ്റ്റർ, ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ചിലപ്പോൾ ഓർക്കുണ്ടാവുള്ളൂ, പറഞ്ഞുതരാം. നമ്മളിവിടെ
വൗച്ചേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതർ വൗച്ചേഴ്സിൽ നമ്മൾ ഈ ഇൻവെൻട്രിയുടെ താഴെ രണ്ട് ഇത് പറഞ്ഞു. ഒന്ന് സ്റ്റോക്ക് ജേണലിൽ നമ്മൾ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഗോഡൗൺ വഴിയൊക്കെ മാറ്റുന്നത് മുതലായ മാനുഫാക്ചറിങ് ആണെങ്കിൽ അതൊക്കെയാണ് സ്റ്റോക്ക് ജേണലിൽ വരുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഒരു ഫിസിക്കൽ സ്റ്റോക്കിൻ്റെ ഒരു കേസ് പറഞ്ഞത്, അതായത് നമ്മൾ ഫിസിക്കൽ വെരിഫിക്കേഷനിൽ എടുത്ത സ്റ്റോക്കിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്നത്. സോ ഈ ഒരു വെരിഫിക്കേഷൻ, ഈ ഒരു വൗച്ചർ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമ്മറി വരുന്നതാണ് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ, ഇൻവെൻട്രി ബുക്സിൽ ഈ ഫിസിക്കൽ സ്റ്റോക്ക് രജിസ്റ്റർ വരുന്നത്. സോ ഇതിൽ മന്ത് വൈസ് നമ്മൾ ആ ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, മന്ത് വൈസ് നമ്മൾ ആ സ്റ്റോക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ മന്തിലും നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു വെരിഫിക്കേഷൻ സ്റ്റോക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ ജേണലിൻ്റെ സമ്മറി നമുക്കിവിടെ കിട്ടും. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രിയിൽ വരുന്നത് കുറച്ച് സ്റ്റോക്കായിട്ട് റിലേറ്റഡ് ഉള്ള ക്വറീസ് കാര്യങ്ങളൊക്കെയാണ്. സോ ഇതെന്താ പറയുക, നമ്മളെന്താ സ്റ്റോക്ക് ക്വറി, അതായത് ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ നമുക്കിപ്പോൾ കറൻറ്റിലുള്ള പ്രസൻറ്റ് സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ അറിയാനാണിത്. ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ എലിഫൻ്റ് യൂറിൻ നമ്മുടെ കയ്യിൽ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് 100 ലിറ്റേഴ്സ് ഉണ്ട്. പ്രൈസ് വരുന്നത് 10 രൂപയാണ്. ഇത് തന്നെയാണ് നമ്മൾ ഓപ്പണിംഗ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് പർച്ചേസ് ഒന്നും ഇതിൻ്റെ ബേസിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മെയിൻ ലൊക്കേഷനിൽ ഈ ഗോഡൗണിൽ മാത്രമേ കാണിക്കുള്ളൂ. ഇത്രയും കൂടി ക്ലിയർ ആവണമെങ്കിൽ സാൻഡിൽ സ്റ്റിക്ക് എടുക്കാം. ഇതിൽ സെയിൽ കാണിക്കുന്നുണ്ട്, കാര്യം പർച്ചേസ് ഒന്നുമില്ല, നമ്മൾ വാങ്ങിച്ചിട്ട് വിൽക്കാമല്ലോ. ഇത് നമ്മളെന്താ പറയുക, നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. സോ സെയിൽ കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏത് ഗോഡൗണിലാണ് ഇതിൻ്റെ കാര്യം, ഇതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള സ്റ്റോക്ക് ഉള്ളതെന്നും കാണുന്നുണ്ട്. ഇനി നമ്മൾ എലിഫൻറ്റ് കേക്ക് എടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിൽ നമ്മൾ പർച്ചേസ് ഉണ്ട്, ഓപ്പണിംഗ് ആയിട്ട് കുറച്ച് ഇതുണ്ട്, കുറച്ച് എമൗണ്ട് ഉണ്ട്. അതുകൂടാതെ കുറച്ച് പർച്ചേസ് കാര്യങ്ങളുണ്ട്. സെയിൽ ഇല്ലാത്തതുകൊണ്ട് ഇത് വരുന്നില്ല, അതിൻ്റെ ലൊക്കേഷൻ കാണിക്കും. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്, ഓരോ സ്റ്റോക്കിൻ്റെ ഒരു പ്രസൻറ്റേഷൻ പോലെയാണ്. അതായത് അതിൻ്റെയൊക്കെ ഒരു ഓവറോൾ ഐഡിയ മുതലായ കാര്യങ്ങൾ ഇതിൽ കണ്ടോ. ഇതിൽ നമുക്ക് പല പല ഡീറ്റെയിൽസ് ഉണ്ട്. സ്റ്റോക്ക് കോസ്റ്റിങ്ങും ബേസ് ചെയ്തിട്ട് കുറേ ക്ലോസിംഗ് ബാലൻസ്, കോസ്റ്റ് പ്രൈസ്, കോസ്റ്റ് മെത്തേഡ് ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇതിലൊക്കെ എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ കോൺഫിഗറേഷനിൽ പോയാൽ സ്റ്റോക്ക് മെത്തേഡ് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. അത് നമ്മൾ മറ്റേ ഇത് വഴി ചെയ്യേണ്ടി വരുമായിരിക്കും. മറ്റേ കമ്പനിയുടെ ആ ഒരു ഫീച്ചേഴ്സ് കയറി ചിലപ്പോൾ പറ്റുമായിരിക്കും. ഓക്കെ, അത് ലീവ് ചെയ്തേക്കാം. എന്തായാലും മിക്ക ഫേംസിന് ആവറേജ് കോസ്റ്റിലാണ് വരുന്നത്. സോ നമുക്കത് വഴി ഉള്ളൊരു റിപ്പോർട്ട് നമുക്കിത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ വരുന്ന മൂവ്മെൻറ്റ് അനാലിസിസ് ആണ്. മൂവ്മെൻറ്റ് അനാലിസിസ് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് ഗ്രൂപ്പിൻ്റെ അനാലിസിസ്. അതുപോലെ തന്നെ കണ്ടോ, ഇൻവേർഡ് ഔട്ട്വേർഡ് മുതലായ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ കാറ്റഗറി ഒന്നും ഉണ്ടാവുക, സ്റ്റോക്ക് ഐറ്റം അനാലിസിസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഗ്രൂപ്പ് അനാലിസിസ്, ഓരോ ഗ്രൂപ്പ് വൈസ് ഉള്ള സ്റ്റോക്കിൻ്റെ പർച്ചേസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. കണ്ടോ, എലിഫൻറ്റ് കേക്ക് പർച്ചേസ് ചെയ്തെന്ന് പോരാം, ബേസിക് റേറ്റ്, അങ്ങനത്തെ കുറേ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ലെഡ്ജർ വൈസ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ പാക്കിംഗ് മെറ്റീരിയൽ, അതുപോലെ തന്നെ ജാസ്മിൻ സ്റ്റിക്ക്, സാൻഡ് സ്റ്റിക്കിൻ്റെയൊക്കെ സെയിലും പർച്ചേസിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു റിപ്പോർട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഏജിങ് അനാലിസിസ്, അതായത് സ്റ്റോക്ക് നമ്മുടെ റിസീവബിൾസിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് കണ്ടില്ല, അതുപോലെ തന്നെയാണ് സ്റ്റോക്കിനും ഒരു ഏജിങ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫിഫോ അല്ലെങ്കിൽ ലിഫോ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ഏജിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഫിഫോ ആണെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. അതായത് ആദ്യം നമ്മൾ വാങ്ങിച്ച സ്റ്റോക്ക് ആയിരിക്കണം ആദ്യം ഉപയോഗിക്കാനും ആദ്യം വിൽക്കാനും. സോ അതിനൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. നമ്മളിപ്പോൾ ഇതിലെടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡേ ബൈ ഡേ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ഈ 39,500 എലിഫൻറ്റ് കേക്ക് വാങ്ങിച്ചിട്ട് 45 ദിവസത്തിൽ താഴെയാണ്. പക്ഷേ ഈ 160 45 to 90 days ആണ് വന്നിരിക്കുന്നത്. കാരണം ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ 160 ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. സോ അതുപോലെ തന്നെ കണ്ടോ, നമ്മുടെ സ്റ്റോക്ക് റോ മെറ്റീരിയലിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഫുൾ സ്റ്റോക്ക് ഫിനിഷ്ഡ് പ്രൊഡക്ട്സിൻ്റെ ഒരു ഏജിങ് ആണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ഇതിന് പിന്നെ വിഷയം ഉണ്ടാവില്ല. FMCG ഫുഡ് കാര്യങ്ങളൊക്കെ, പാക്ക്ഡ് ഫുഡ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ അവർക്ക് എക്സ്പയറി ഡേറ്റ്, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ആണെങ്കിൽ അവർക്ക് എക്സ്പയറി ഡേറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു റിപ്പോർട്ടാണ് ഏജിങ് അനാലിസിസ്. കോസ്റ്റ് എസ്റ്റിമേഷൻ, നമുക്കതൊക്കെ നമ്മുടെ ഇതിൻ്റെ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഈ റിപ്പോർട്ടിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം കോസ്റ്റ് എസ്റ്റിമേഷൻ
അതായത് എന്തോരം കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇതെടുക്കുകയാണെങ്കിൽ ഡേറ്റ് ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വരും. Alt F2 അടിക്കുക. കാണിക്കുന്നില്ല. ഓക്കെ, സോറി. ഇത് കാണിക്കണമെങ്കിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. കോസ്റ്റ് എസ്റ്റിമേഷൻ കാണിക്കണമെങ്കിൽ ഈ BOM ഇല്ലേ, അത് നമ്മൾ കൊടുത്തിരിക്കണമായിരുന്നു. ഏതൊരെണ്ണത്തിൽ കൊടുത്താണ് ഇത്? നോ, അത് ഓരോ ഡേറ്റ് വൈസ് കാണിക്കുകയുള്ളൂ. സോ നമ്മൾ ആ BOM എല്ലാത്തിനും നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മാത്രമാണ് അത് കാണിക്കുള്ളൂ. നമ്മളിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട. അടുത്തായിട്ട് വന്ന സ്റ്റാറ്റുറ്ററി റിപ്പോർട്ട്സ്. സോ അടുത്തതായിട്ട് വരുന്ന സ്റ്റാറ്റുറ്ററി റിപ്പോർട്ട്സ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിപ്പോർട്ട് തന്നെയാണ്. നമ്മൾ GST ആണെങ്കിലും GST ഫയൽ ചെയ്യാനാണെങ്കിലും TDSൻ്റെ മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന റിപ്പോർട്ട് സ്റ്റാറ്റുറ്ററി റിപ്പോർട്ട്സ് ആണ്. ഇതിൽ നമുക്ക് ഓരോ റിപ്പോർട്ട്സ് നമുക്കിങ്ങനെ കിട്ടും. GST റിപ്പോർട്ട്സ് എടുക്കുകയാണെങ്കിൽ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 2 റിപ്പോർട്ട്സുകളാണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ റീകൺസിലിയേഷൻ മുതലായ കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, നോ ഇഷ്യൂസ്. പിന്നെ GST യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നേരിട്ട് GST1 കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യണം. ബട്ട് 3Bയും ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. ബട്ട് ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്താ പറയുക, അതിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. HSN അതുപോലെ അതിനൊക്കെ എപ്പോഴും GST ഫയലും കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ നേടുന്നത് വളരെ കാര്യമാണ്. കാരണം GST അതിൽ ഏറ്റവും വലിയ GSTയുടെ റൂൾസ് ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കും. സോ എപ്പോഴും ആ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ഈ ടാലിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, അതെല്ലാവർക്കും അറിയാം. സോ അതൊക്കെ എപ്പോഴും ഒരു പ്രൊഫഷണൽ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിൽ മെയിനായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് ഒന്ന് GSTR1 റിപ്പോർട്ട്. ഓക്കെ, ഇതിൽ നമുക്ക് കണ്ടോ GSTയുടെ ഒരു റിപ്പോർട്ടാണ്. ഇൻക്ലൂഡഡ് ഇൻ റിട്ടേൺ നോട്ട് റിലവൻറ്റ്. അതായത് ഇതിലിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സെയിൽ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ടാണ്. പിന്നെ അതുപോലെ അൺസർട്ടൻ ട്രാൻസാക്ഷൻസിലായിരിക്കും ഫെഡറൽ ബാങ്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതായത് GST രജിസ്ട്രേഷൻ ഡീറ്റെയിൽ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് വരാത്തത്. ബട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എടുക്കാൻ നമുക്ക് ആവശ്യമായ മന്ത് ഇപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിവിടെ വരേണ്ടതാണ്. ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നേച്ചർ വ്യൂ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ IGST CGST മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ 3B GST 3B ഫയൽ ചെയ്യാനുള്ള ഒരു സമ്മറിയും ഇവിടെ കിട്ടും. ഇതിൽ പർച്ചേസൊക്കെയാണ് കൂടുതൽ വരുന്നത്. ഞാൻ അധികം ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അതുപോലെ നമുക്കിവിടെ TDSൻ്റെയും VAT-ൻ്റെയും റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങളൊരു ഇത് ചെയ്താൽ മനസ്സിലാവും. പിന്നെ നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ് പേറോൾ റിപ്പോർട്ട്. സോ അതിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് പേ സ്ലിപ്പാണ്. നമുക്കറിയാം പേ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ എന്താ പറയുക നമ്മുടെ എംപ്ലോയിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. സോ ഇതിൽ നമുക്ക് ഇപ്പോൾ 2 മാസം എടുക്കുകയാണെങ്കിൽ പുള്ളി വന്ന ദിവസം പ്രസൻറ്റ് ഡേ വീക്ക് പുള്ളിക്ക് ബാങ്കിൽ കൊടുക്കണമെങ്കിൽ നമ്മളിത് ജസ്റ്റ് എന്താ പറയുക പ്രിൻ്റ് എടുത്ത് നമുക്ക് കൊടുത്താൽ മതി. പിന്നെ പേ ഷീറ്റ്, ഇപ്പോൾ ഗ്രീനുവിൻ്റെ പേ ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ഡേറ്റ് മാറ്റി കൊടുക്കട്ടെ. കണ്ടോ, ഗ്രീനുവിന് നമ്മൾ എത്ര ബേസിക് പേ എന്തോരം കൊടുത്തു, DNS അലവൻസ് എന്തോരം കൊടുത്തു, അതുപോലെ തന്നെ ഹൗസ് റെൻ്റ് അലവൻസ് എന്തോരം കൊടുത്തു, ടോട്ടൽ ഏണിങ്സ് എന്തോരം, നെറ്റ് എമൗണ്ട് മുതലായ എല്ലാം നമുക്കറിയേണ്ട കാര്യങ്ങളെല്ലാം മറ്റേ റിപ്പോർട്ടിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ അറ്റൻഡൻസ് ഷീറ്റ്, അതായത് ഒരു HR-ൻ്റെ ഒരു വർക്കാണ് മെയിനായിട്ട് അറ്റൻഡൻസ് കീപ്പ് ചെയ്യുക, അതനുസരിച്ച് സാലറി കൊടുക്കുക. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് ആബ്സെൻ്റ് എത്ര, കാഷ്വൽ ലീവ് എത്ര, പ്രസൻറ്റ് എത്ര, വീക്ക് ഡേയ്സ് ഓഫ് എത്ര, അതിൻ്റെ എല്ലാ റിപ്പോർട്ടും നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവിടെ കിട്ടുന്നതാണ്. പേയ്മെൻറ്റ് അഡ്വൈസ് വേറെ ഒന്നുമല്ല, പുള്ളിക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ സാലറി കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ഒരു അഡ്വൈസ്. ഇത് കോൺഫിഗറേഷൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. പേയ്മെൻറ്റ് വൗച്ചർ പീരീഡ്, ഞാൻ ഇപ്പോൾ ഗ്രീനുവിൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ വിചാരിച്ചോ. ഓക്കെ,
ബാക്ക് പോവുകയാണെങ്കിൽ ഇവിടെ പ്രിന്റ് പ്രിവ്യൂ എടുക്കുകയാണെങ്കിൽ കണ്ടോ, ഗ്രീനുവിന് എന്താ പറയുക, 1st April to 30th June വരെ കൊടുത്തേക്കുന്ന എമൗണ്ട് 57,500. ഓക്കെ, ഇതിൻ്റെ എന്താ പറയുക, ഒരു പേയ്മെൻറ്റ് അഡ്വൈസ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഗ്രീനുവിന് ഇതൊന്ന് കൊടുക്കണം, നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഗ്രീനുവിനല്ല, ഫെഡറൽ ബാങ്കിലെ മാനേജറിന് നമ്മൾ കൊടുക്കുകയാണ് പേയ്മെൻറ്റ് അഡ്വൈസ്. അതായത് പുള്ളിക്ക് പ്രൂഫ് വേണം, ഗ്രീനുവിന് നമ്മൾ എംപ്ലോയി ആണ്, സാലറി കൊടുക്കുന്നുണ്ട്, അങ്ങനെ മുതലായ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. സോ അതിന് വേണ്ടി നമുക്ക് പ്രിൻ്റായിട്ട് എടുത്ത് കൊടുക്കാൻ പറ്റിയ ഇത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ ടച്ച് ഇല്ലേ. അതായത് പേയ്മെൻറ്റ് DSR, ദ മാനേജർ ഓഫ് ഫെഡറൽ ബാങ്ക്, DSR പേയ്മെൻറ്റ് അഡ്വൈസ് ഫോർ അക്കൗണ്ട് നമ്പർ ഫോർ ദ പീരീഡ് പ്ലീസ് മേക്ക് പേറോൾ ഫോർ എബോ അക്കൗണ്ട് നമ്പർ ഓൺ ദ ടുവേർഡ്സ് എംപ്ലോയീസ് ആയ സാലറി ആയിട്ട് കൊടുത്തു എന്നുള്ള രീതിയിൽ നമ്മൾ ബാങ്കിലേക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. പിന്നെ എംപ്ലോയീസ് ഇമെയിൽ ID, അതായത് ഇമെയിൽ ID ഇല്ലാത്ത എംപ്ലോയീസിൻ്റെ വേണമെങ്കിൽ ഇമെയിൽ ID, കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. പിന്നെ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ്, അതിപ്പോൾ ബേസിക് പേ എന്തോരം നമ്മൾ കൊടുത്തു. ഓക്കെ, ബേസിക് പേ ഓരോരുത്തർക്ക് എന്തോരം കൊടുത്തു, അതുപോലെ DA ഒരാൾക്ക് എന്തോരം കൊടുത്തു, ഡേറ്റ് മാറ്റി കൊടുത്താൽ നമുക്കത് കിട്ടും. മുതലായ ഒരു സമ്മറി, അതിൻ്റെ ആ ഒരു എക്സ്പെൻസ് ബേസ് ചെയ്തിട്ടുള്ള സമ്മറി നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഹെഡിൻ്റെ ബ്രേക്കപ്പ്, അതായത് ഇപ്പോൾ അബൈ എന്ന് പറയുന്ന ആൾക്ക് എന്താ പറയുക, ടോട്ടലി നമ്മൾ 1,25,000 കൊടുത്തു. അതിൽ നമ്മൾ അബൈക്ക് എന്തോരം കൊടുത്തു, ഗീനു, കുഞ്ഞപ്പൻ. ഇപ്പം ഇത് ബേസിക് പേ നമ്മൾ ഓരോരുത്തർക്ക് എന്തോരം കൊടുത്തു എന്നുള്ളൊരു റിപ്പോർട്ട് കാണിക്കുന്നതാണ് എംപ്ലോയി പേ ഹെഡ്. ഈ പേ ഹെഡ് എംപ്ലോയി വേക്കം എന്ന് പറഞ്ഞാൽ ഈ അബൈ എന്ന് പറയുന്നൊരു ആൾക്ക് നമ്മൾ ബേസിക് പേ, DHR അതൊക്കെ എന്താ കൊടുത്തു. അതായത് ലിറ്ററലി ഇതിൻ്റെ നേരെ തിരിച്ച് ഇത് നമ്മൾ എംപ്ലോയിക്ക് എന്തോരം കൊടുക്കുന്നതാണ്. എംപ്ലോയി അതായത് ഒരു ഹെഡ്, പേ ഹെഡിൽ അതിൽ ഓരോ എംപ്ലോയിക്ക് എന്തോരം കൊടുക്കുന്നതാണെങ്കിൽ താഴത്തത് ഒരു എംപ്ലോയിക്ക് പേ ഹെഡിൽ ഓരോ പേ ഹെഡിൽ എന്തോരം കൊടുത്തു എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. ആ റിപ്പോർട്ട് എടുത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ ഗ്രാറ്റുവിറ്റി ഉണ്ടെങ്കിൽ ഗ്രാറ്റുവിറ്റിക്ക് എന്തോരം കോൺട്രിബ്യൂട്ട് ചെയ്തു മുതലായ കാര്യങ്ങൾ, ഓരോ എംപ്ലോയിക്കും ഗ്രാറ്റുവിറ്റിയുടെ കോൺട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പം നമ്മൾ ഗ്രാറ്റുവിറ്റി നോയാണ് കൊടുത്തത് കൊണ്ട് ഇതിലൊന്നും വരില്ല. പിന്നെ പേറോൾ രജിസ്റ്റർ കാണാം, അതായത് നമ്മൾ ആ പേറോളിൻ്റെ വൗച്ചേഴ്സിൻ്റെ ഒരു രജിസ്റ്റർ, സെയിൽസ് വൗച്ചർ പോലെ തന്നെ പേറോളിൻ്റെ ഒരു വൗച്ചറിനുള്ള രജിസ്റ്റേഴ്സ്. പിന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ സെയിം തന്നെയാണ്. കണ്ടോ, നമ്മൾ അറ്റൻഡൻസ് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ഒരു വൗച്ചർ ക്രിയേറ്റ് ചെയ്തല്ലോ, ആ വൗച്ചറാണ് അറ്റൻഡൻസ് രജിസ്റ്റർ. പിന്നെ എംപ്ലോയിയുടെ പ്രൊഫൈല് കാര്യങ്ങൾ, ഇപ്പോൾ അബയുടെ പ്രൊഫൈല് ഇപ്പോൾ നമ്മുടെ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ പോലീസോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസായിട്ടോ മുതലായ കാര്യങ്ങൾക്ക് നമ്മളിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ട്. സോ നമ്മുടെ ഇതൊരു ഡമ്മി കമ്പനി ആയതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തില്ല. അല്ലെങ്കിൽ എംപ്ലോയിക്ക് ഒരു നമ്പർ ഉണ്ടാവും, ഡെസിഗ്നേഷൻ ഉണ്ടാവും, ഫങ്ഷൻ ഉണ്ടാവും, അതായത് പുള്ളി അക്കൗണ്ടൻ്റ് ആണോ മുതലായ കാര്യങ്ങൾ. പിന്നെ ലൊക്കേഷൻ ഉണ്ടാവും, പുള്ളിയുടെ സ്ഥലം, ഡേറ്റ് ഓഫ് ബർത്ത്, പേഴ്സണൽ ഡീറ്റെയിൽസ്, ബാങ്ക് റിലേറ്റഡ് ഡീറ്റെയിൽസ്, കോണ്ടാക്ട് നമ്പേഴ്സ്, ഇമെയിൽ ID, പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, വിസ, പെർമിറ്റ്, വർക്ക്, അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലല്ല അല്ലെങ്കിൽ വേറൊരു രാജ്യത്തു നിന്ന് വന്ന ഒരാളാണെങ്കിൽ പുള്ളിയുടെ വർക്ക് പെർമിറ്റ് കാര്യങ്ങൾ, വിസയുടെ കാര്യങ്ങൾ മുതലായതൊക്കെ കൊടുക്കാം. പിന്നെ പാൻ, സ്റ്റാറ്റുട്ടറി, ESI നമ്പർ, PF അക്കൗണ്ട് നമ്പർ, PR അക്കൗണ്ട് നമ്പർ മുതലായ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാനും, അത് എന്താ പറയുക, ആരെങ്കിലും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ നമ്മുടെ അടുത്തുനിന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് എടുത്ത് കൊടുക്കാം. പിന്നെ എംപ്ലോയിയുടെ ഹെഡ് കൗണ്ട്, അതായത് നമ്മുടെ ഇതിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് മുതലായ കാര്യങ്ങൾ. ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ അബൈ, ഗ്രീനു മുതലായ 3 പാർട്ടീസ് ഉണ്ട്, ഇത്രയും പേരുണ്ട്. അതായത് നമ്മുടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നതല്ല, മന്ത് വൈസ് നമ്മുടെ കമ്പനിയിൽ ആരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്നത് എക്സ്പാറ്റ് റിപ്പോർട്ട്, അതായത് പാസ്പോർട്ട് മുതലായ കാര്യങ്ങളുടെയൊക്കെ എക്സ്പയറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ ഒരു റിപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടും. എത്ര കുറേ എംപ്ലോയീസ് നമ്മുടെ വിദേശത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടുണ്ടോ, അപ്പോൾ നമുക്ക് എന്താ പറയുക, അവരുടെ വിസ എക്സ്പയർ ആയിട്ടുണ്ടോ, റിന്യൂ ചെയ്യാറായിട്ടുണ്ടോ മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. സോറി, സിസ്റ്റം ഇടയ്ക്കൊന്ന് ഓഫായി പോയായിരുന്നു, ഐ എം വെരി സോറി.
സോ ഇതൊക്കെയാണ് പേറോൾ റിപ്പോർട്ടിൽ വരുന്നത്. പിന്നെ കുറച്ച് എക്സംഷണൽ റിപ്പോർട്ട്സ് ഉണ്ട്. അതായത് മെമ്മറാൻഡം രജിസ്റ്റർ നമ്മൾ കണ്ടു, ഈ മെമ്മറാൻഡം വൗച്ചറിൽ എൻട്രി ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ അക്കൗണ്ട് ബുക്സിലേക്ക് വരില്ല എന്ന്. അതായത് ഇപ്പോൾ സസ്പെൻസ് ആയിട്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. സോ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഈ അങ്ങനത്തെ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഈ കൊല്ലം ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് മെമ്മറാൻഡം രജിസ്റ്റർ വന്നേക്കുന്നത്. പിന്നെ ലെഡ്ജേഴ്സ് വിത്തൗട്ട് ഇമെയിൽ ID, അതായത് ഇപ്പോൾ ഏതെങ്കിലും പാർട്ടി, ഇത്രയും നമ്മൾ ലെഡ്ജേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതായത് ഇതൊക്കെ നമ്മുടെ ബേസിക്കലി പാർട്ടിയാണ്. ക്യാപിറ്റലാണെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ എന്താ പറയുക, സൺഡേ ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അതുപോലെ തന്നെ പീപ്പിൾസ്, ആൾക്കാരൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ലെഡ്ജേഴ്സാണ്. അപ്പോൾ അതിന് ഈ മെയിൽ ID ഇല്ലാത്ത ലെഡ്ജേഴ്സ്, നമ്മൾ നേരത്തെ കണ്ട് ലെഡ്ജേഴ്സ് വേണമെങ്കിൽ മെയിലായിട്ട് അയച്ചു കൊടുക്കാം. ഇവിടെ മെയിലായിട്ട് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ മെയിൽ ID ഇല്ലാത്ത ലെഡ്ജേഴ്സിൻ്റെ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് കാണിക്കുന്നതാണ്. റിവേഴ്സിങ് ജേർണൽ എന്ന് പറഞ്ഞാൽ അത് റിവേഴ്സ് ജേർണൽ അടിക്കുമ്പോൾ വരുന്നതാണ്. പിന്നെ ഓപ്ഷണൽ ക്യാൻസൽഡ് വൗച്ചേഴ്സ്, ഓപ്ഷണൽ വൗച്ചേഴ്സൊക്കെയാണ് കാണിക്കുന്നത്. പോസ്റ്റ് ഡേറ്റ വൗച്ചേഴ്സ് ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു വൗച്ചറിൽ എൻട്രി പോസ്റ്റ് ചെയ്യാണ്. പക്ഷെ ആ ഡേറ്റ് നമ്മുടെ എന്താ പറയുക കലണ്ടറിൽ ആ ഡേറ്റ് വന്നാൽ ആ എൻട്രി നമ്മുടെ ബുക്സിൽ കാണുള്ളൂ. അങ്ങനത്തെ വൗച്ചേഴ്സ് വല്ലതും ഉണ്ടാവും. പിന്നെ അതുപോലെ നെഗറ്റീവ് ലെഡ്ജേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ലെഡ്ജേഴ്സിന് നോർമലി ക്രെഡിറ്റ് ബാലൻസ് ആണ് വരേണ്ടത്, പക്ഷെ അതിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഇപ്പോൾ സൺഡേ ഡെപ്റ്റേഴ്സിന് നോർമലി ഡെബിറ്റ് ബാലൻസ് ആണ് വരേണ്ടത്, പക്ഷേ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നേക്കുന്നത്. സോ അങ്ങനത്തെ നെഗറ്റീവ് ലെഡ്ജേഴ്സ്, അതുപോലെ തന്നെ നെഗറ്റീവ് സ്റ്റോക്ക്, ഇല്ലാത്ത സ്റ്റോക്ക് നമ്മൾ വിറ്റ, അങ്ങനെയൊക്കെ വരാറുണ്ട്, ഇഷ്ടം പോലെ വരാറുണ്ട്. അതായത് നിങ്ങൾ വിചാരിക്കും ഇല്ലാത്ത സ്റ്റോക്ക് എങ്ങനെ വെക്കണേന്ന്, പക്ഷെ അതല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഷോപ്പാണെന്ന് വിചാരിച്ചോ, അവർക്ക് ബൾബുകളുണ്ട് ഇഷ്ടം പോലെ, 40 വോൾട്ടിൻ്റെ ഉണ്ട്, 20 വോൾട്ടിൻ്റെ. അപ്പോൾ ഒരു പാർട്ടി വന്നിട്ട് ഇവരുടെ 10 വോൾട്ടിൻ്റെ ബൾബില്ലെന്ന് വിചാരിച്ചോ. ഓക്കെ, പെട്ടെന്ന് ഒരാൾ കസ്റ്റമർ വന്നിട്ട് പുള്ളിക്ക് 10 വോൾട്ടിൻ്റെ 10 വോൾട്ടിൻ്റെ ബൾബ് വേണം, ഒരു 100 വേണമെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മുടെ കയ്യിൽ 10 വോൾട്ടിൻ്റെ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ബില്ലിംഗ് സ്റ്റാഫ് എന്ത് ചെയ്യും, 40 വോൾട്ടിൻ്റെ അല്ലെങ്കിൽ 20 വോൾട്ടിൻ്റെ ഇതിൽ കയറി ഒരു 100 സെയിൽ നടത്തിയതായിട്ട് കാണിക്കും. പക്ഷേ ആക്ച്വലി 20 വോൾട്ടിൻ്റെ 50 എണ്ണം സ്റ്റോക്കിലുള്ളതെന്നായിരിക്കും. അപ്പോൾ ഒരു 50 എണ്ണം നെഗറ്റീവായിട്ട് വന്നില്ലേ. സോ അതിൻ്റെ അങ്ങനെ വല്ലോ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു എന്താ പറയുക, ഒരു വീക്കെൻഡ് ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ റിപ്പോർട്ട്സൊക്കെ എടുത്ത് നോക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ റിപ്പോർട്ട്സൊക്കെ എടുത്ത് നോക്കുക. അപ്പം നമ്മുടെ ഭാഗത്ത് വന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലറിക്കൽ എറേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഓവർഡ്യൂ ആയ റിസീവബിൾസ് നമ്മൾ നേരത്തെ കണ്ടു. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ആ റിപ്പോർട്ടിൽ കണ്ട സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓവർഡ്യൂ ബില്ല് പേയബിൾസിലും റിസീവബിൾസിലും കാണുന്നത്. പിന്നെ അനാലിസിസ് ആൻഡ് വെരിഫിക്കേഷൻ, ഡാറ്റ അനാലിസിസ് ഒക്കെ ഇങ്ങനെ നടത്താം. വെരിഫിക്കേഷൻ, ചാർട്ട് അക്കൗണ്ടൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ എന്താ പറയുക, ക്യാഷ് വിഡ്രോവൽ, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പെൻഡിങ് ഡോക്യുമെൻറ്റ്സ് വല്ലതും ഉണ്ട്, വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക് ഐറ്റം, ബാലൻസസ് മുതലായി. ഇതൊക്കെ എന്താ പറയുക, കൂടുതലും അക്കൗണ്ട് ഓഡിറ്റ് പെർസ്പെക്റ്റീവിൽ വരുന്ന കുറേ കാര്യങ്ങളാണ്. ഇൻറ്റേർണൽ ഒബ്സർവേഷൻ കണ്ടോ, നമ്മൾ ഇതിവിടെ നമുക്ക് റെക്കോർഡ് ചെയ്ത് പോവാം. വെരിഫൈഡ് വൗച്ചേഴ്സ് അറ്റൻഡൻസ് നമ്മൾ വെരിഫൈ ചെയ്തോ. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പർച്ചേസ്, ഇങ്ങനെ ഒരു പർച്ചേസ് നമ്മൾ കണ്ടു. ഓക്കെ, ഇതിനൊരു ബില്ല് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ബില്ല് നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഓഡിറ്റ് പർപ്പസിനാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ ഇതൊക്കെയാണ് എന്താ പറയുക ടാലിയുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന റിപ്പോർട്ട്സ്. സോ ഇങ്ങനത്തെ റിപ്പോർട്ട്സ് നിങ്ങൾ എടുക്കുക. ഓരോ റിപ്പോർട്ട്സും കുറേ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുക, എന്നിട്ട് ഇങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ എടുത്ത് നോക്കുക. ഇത് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ വർക്കിങ്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, എങ്ങനെ നമുക്കിതിൽ ഇമ്പ്രൂവ് ചെയ്യാം മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. സോ നമ്മുടെ ഏകദേശം ടാലി എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഏകദേശം ഒരു എൻഡിലേക്ക് അയക്കുകയാണ് ഇനി എന്താ പറയുക. സോ നിങ്ങൾ ഇതിനെപ്പറ്റി എനിക്ക് മനസ്സിലാവും, ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഒരു എന്താ പറയുക പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. സോ ഞാൻ റിപ്പീറ്റഡ്ലി പറയാണ്, പ്ലീസ് എല്ലാവരും ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കീപ്പ് ഓൺ പ്രാക്ടീസിങ്. ഇപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഈ കോഴ്സ് കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 1-2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഗ്രാജുവേറ്റ് ആവുന്നതും
എന്താ പറയുക, നിങ്ങളൊരു ജോബിന് പോകുന്നു. ബട്ട് ആ സമയങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു ഫ്രീ കിട്ടുമ്പോൾ ഒരു എന്താ പറയുക 3 or 4 months ഇടയിലാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ടാലി എടുക്കുക. നിങ്ങളെന്താ ഒരു ഈ ടാലി എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയുള്ളൊരു ടച്ച് വിട്ട് പോകാതിരിക്കുക. സോ ഇങ്ങനെ എന്താ പറയുക, ആക്ച്വലി ഇത് രസമല്ലേ, ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയറിനെ ഉപയോഗിക്കുക. നിങ്ങളിപ്പോൾ പല സോഫ്റ്റ്വെയർ ട്രേഡിങ്, ഇപ്പോൾ എന്താ പറയുക ഫോർ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് രസകരമായ രീതിയിൽ ഓരോരോ കമ്പനീസ് ഉണ്ടാക്കുക. അത് അക്ഷയന് ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പോളിടെക്നിക്കിൽ അങ്ങനത്തെ ഓരോരോ ഇഷ്ടം പോലെ രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ ആമസോണിൻ്റെ MD എന്ന് പറഞ്ഞുകൊണ്ട് ആമസോൺ എൻ്റെ കമ്പനിയാണ്, ഞാൻ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാണ് ആമസോണിൻ്റെ പേരിൽ. അങ്ങനെ നിങ്ങൾക്ക് ആമസോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് കുറേ ട്രാൻസാക്ഷൻസ് അങ്ങോട്ട് എൻ്റർ ചെയ്യാം. അതിൻ്റെ ഓരോരോ വൗച്ചേഴ്സ് ചുമ്മാ എടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ പിയാനിലെടുത്ത് നോക്കുക, നിങ്ങൾക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടി, ഞാൻ കോടീശ്വരനായി എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു രസത്തിന് നിങ്ങൾ എന്താ പറയുക, നിങ്ങളതൊക്കെ ഒന്ന് കീപ്പ് ഓൺ പ്രാക്ടീസിങ്. മെയിൻ എയിം എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക, ടാലിയിൽ എക്സ്പേർട്ട് ആവുക എന്നൊക്കെയാണ്. സോ ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. കീപ്പ് ഓൺ ഗോയിങ് ആൻഡ് താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ ആൻഡ് ഹാവ് എ നൈസ് ഫ്യൂച്ചർ ഓൾസോ. താങ്ക് യു.